بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. أيها الولد മോനെ ينبغي لك أن يكون قولك وفعلك موافقا للشرع. ينبغي لك നിനക്ക് അത്യാവശ്യമാണ് أن يكون قولك وفعلك നിന്റെ വാക്കും പ്രവൃത്തിയുമാകൽ موافقا للشرع പരിശുദ്ധ ശരീഅത്തിനോട് യോജിച്ചതാകൽ. നിന്റെ പരിശുദ്ധമായ ശരീഅത്തിനോട് യോജിച്ച രീതിയിൽ നിന്റെ ഖൗലും നിന്റെ ഫിഅലുമാവുക. ഇത് കാരണം അൽ ഇൽമു വൽ അമലു ബിൽ ഇഖ്തിദാഇ ശറഅനെ പിൻപറ്റാതെയുള്ള ഇൽമും അമലും ളലാലത്തുൻ, അത് വഴികേടാണ്. ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് അതിന്റെ വിധിവിലക്കുകൾക്ക് നിരക്കാത്ത ഇൽമോ അമലോ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. യംബഗീലക നിനക്ക് അത്യാവശ്യമാണ് അല്ലാ തഗ്തറ നീ വഞ്ചിതനാകാതിരിക്കൽ ബിശ്ശത്ഹി വതമ്മാത്തി സൂഫിയത്തി സൂഫിയാക്കളുടെ കാട്ടിക്കൂട്ടലുകളെ കൊണ്ട് നീ വഞ്ചിതനാകാതിരിക്കൽ നിനക്ക് അത്യാവശ്യമാണ്. സൂഫിയാക്കളുടെ കാട്ടിക്കൂട്ടലുകൾ എന്ന് പറഞ്ഞാൽ ശരീഅത്തിന് വിരുദ്ധമായ പല പരിപാടികളും ഈ സൂഫിയാക്കൾ എന്ന് പറയുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. എല്ലാ സൂഫിയാക്കളും അല്ല, സാലിഹ്യങ്ങൾ ഒരുപാട് പേരുണ്ടല്ലോ. സൂഫിയാക്കളുടെ ഭാഗത്തുനിന്നും നൃത്തം പോലുള്ള കാര്യങ്ങൾ, പാട്ടുപാടല്, സൂഫിയാക്കളുടെ പേരിൽ വേണ്ടാത്ത പലതും ഉണ്ട്. അതിനെയൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ കാര്യങ്ങളിൽ നീ വഞ്ചിതനാവരുത്. ഇതാണ് വിജയത്തിന്റെ വഴി എന്ന് പറഞ്ഞിട്ട് നീ വഞ്ചിതനാവരുത്. കാരണം ധ്യാന സുലൂക ഹാദ തരീഖ്, ഈ വഴിയിലുള്ള പ്രവേശനം യകൂനു അതാകും മുജബിൽ മുജാഹദത്തി വഖത്ഇ ശഹവത്തിൻ നഫ്സി, മുജാഹദ കൊണ്ടാകും, ശരിയായ പ്രയത്നം, വഖത്ഇ ശഹവത്തിൻ നഫ്സി, ശഹവത്തിൻ നഫ്സിനെ മനസ്സിന്റെ വേണ്ടാത്ത ഇച്ഛകളെല്ലാം മുറിച്ചു കളയുക. അതുകൊണ്ടാണ് ഈ സുലൂക്ക്, ഈ വഴിയിലേക്കുള്ള പ്രവേശനം. വഖത്ലി ഹവാഹ, ശരീരത്തിന്റെ ഇച്ഛകളെല്ലാം കൊന്നുകളയുക, ശരീരത്തിന്റെ ഇച്ഛകളെല്ലാം കൊന്നുകളയുക. സൈഫിൽ റിയാദത്തി, റിയാദയുടെ സൈഫ് കൊണ്ട്, റിയാദ ത്യാഗത്തിന്റെ വാളുകൊണ്ട് ശരീരത്തിന്റെ ഇച്ഛകളെയും വേണ്ടാത്ത ആശകളെയും എല്ലാം മുറിച്ചു കളയുക. ലാബി തമ്മാത്തി വത്തുർഹാത്തി, നേരത്തെ പറഞ്ഞ സൂഫിയാക്കളുടെ ആ കാട്ടിക്കൂട്ടലുകളെ കൊണ്ടല്ല. കാട്ടിക്കൂട്ടലല്ല വിജയത്തിന്റെ വഴി. നീ അതിൽ വഞ്ചിതനാവരുത്. വാലം, നീ അറിയണം, അന്നൽ ലിസാനൽ മുത്ലഖ, അഴിച്ചുവിടപ്പെട്ട നാവ്, എന്തും പറയുന്ന രൂപത്തിൽ അഴിച്ചുവിടപ്പെട്ട നാവ്, വൽ ഖൽബൽ മുത്ബഖ, അടഞ്ഞുപോയ കൽബ്, അൽ മംലൂഅ ബിൽ ഗഫലത്തി വശഹവത്തി, ഗഫലത്തും ശഹവത്തും നിറയ്ക്കപ്പെട്ട, ശഹവത്തും ഗഫലത്തും അശ്രദ്ധയും അതുപോലെ തന്നെ ശരീരത്തിന്റെ വേണ്ടാത്ത ഇച്ഛകളുമെല്ലാം നിറഞ്ഞിരിക്കുന്ന, പിന്നെ ഹക്കിനെ തൊട്ട് അടച്ചുപോയ ആ കൽബ് അലാമത്ത് ശഖാവത്തി, അത് പരാജയത്തിന്റെ അടയാളമാണ്. നമ്മളെ കാത്തിരിക്കട്ടെ. വൈദാലം തഖ്തുലിൻ നഫ്സ, നഫ്സിനെ നീ കൊന്നില്ലെങ്കിൽ, നഫ്സിന്റെ നഫ്സാനിയത്തിനെ നർത്ഥം ബിസിദ്ഖിൽ മുജാഹദത്തി, ശരിയായ ത്യാഗം കൊണ്ട്, സത്യസന്ധമായ ത്യാഗം കൊണ്ട് നിന്റെ നഫ്സിനെ നീ കൊന്നില്ലെങ്കിൽ, ഫലൻ യഹ്യാ ഖൽബുക, നിന്റെ കൽബ് ജീവിക്കുകയില്ല. ബി അൻവാരിൽ മാരിഫത്തി, മാരിഫത്തിന്റെ പ്രകാശങ്ങളെ കൊണ്ട് കൽബ് ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഇച്ഛകളിൽ നിന്നെല്ലാം മനസ്സിനെ ശുദ്ധിയാക്കണം. ആ മാനസികാവസ്ഥയെ, ആ മനസ്സിന്റെ ഇച്ഛകളെല്ലാം നീ കൊന്നുകളയണം. തുടർന്ന് അദ്ദേഹം പറയാണ്, വാലം, നീ അറിയണം, അന്ന ബഅള മസായിലിക, ചില ചോദ്യങ്ങൾ, ചില കാര്യങ്ങൾ, അലത്തി സഅൽതനി അൻഹ, താങ്കൾ എന്നോട് അതിനൊക്കെ സംബന്ധിച്ച് ചോദിച്ചു ചില കാര്യങ്ങൾ, അത് ലാ യസ്തഖീമു ജവാബുഹാ ബിൽ കിതാബത്തി വൽ ഖൗലി, അതിന്റെ ജവാബ് കിതാബത്ത് കൊണ്ടും കൗല് കൊണ്ടും ശരിയാകുന്നതല്ല, നേരെയാവുകയില്ല. നേരാൻ വണ്ണം അതിന് മറുപടി പറയാൻ പറ്റില്ല. എഴുത്തിലൂടെയോ കൗലിലൂടെയോ മറുപടി പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല നീ ചോദിച്ചത്, മറിച്ച് ഇത് അഭിരുചിയാണ്, അനുഭവിച്ചറിയേണ്ടതാണ്. അതാ പറയുന്നത്. ആ നിലയിലേക്ക് എത്തുമ്പോഴേ നിനക്ക് അറിയാൻ പറ്റും. ഇൻ തബ്ലുഗു തിൽക്കൽ ഹാലത, നീ ആ അവസ്ഥയിലേക്ക് എത്തിയാൽ, തഅരിഫ് മാഹിയ,
അതെന്താണെന്ന് നിനക്ക് അറിയാൻ കഴിയും. അതായത് പിന്നെ ആത്മീയമായ ചില ഉത്തേജനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. ആ ഉത്തേജനങ്ങൾ അത് അത് കരസ്ഥമായെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലാതെ അത് പിന്നെ കൗല് കൊണ്ടും പേര് കൊണ്ടും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. വയില്ല, അങ്ങനെ നീ ആ അവസ്ഥയിൽ എത്തിയില്ലെങ്കിൽ അതിന്റെ ഇൽമു മിനൽ മുസ്തഹീലാത്തി, അസംഭവ്യമായ കാര്യങ്ങളിൽ പെട്ടതാണ്. ആ ഇൽമു മനസ്സിലാവില്ല. കാരണം ആ കാര്യങ്ങൾ ദൗഖിയത്തുൻ, അഭിരുചികരമാണ്, രുചിച്ചറിയേണ്ട വസ്തുക്കളാണ്. അപ്പൊ കുല്ലുമായ കൂനു ദൗഖിയൻ, രുചികരമായ അഭിരുചി ആയിട്ടുള്ള രുചിച്ചറിയേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ ലാ യസ്തഖീമു വസ്ഫുഹു, അതിനെ വർണ്ണിക്കൽ സാധ്യമാവുകയില്ല, ചൊവ്വാവുകയില്ല. ബിൽ കൗല്, കൗല് കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹലാവത്തിൽ ഹുൽവി, പിന്നെ മധുരമുള്ള വസ്തുവിന്റെ ഹൽവയുടെ മാധുര്യം പോലെ, മറാറത്തിൽ മുരി, കയ്പിന്റെ കയ്പരസം പോലെ, മാധുര്യം അതിന്റെ മധുരം, കയ്പുള്ള വസ്തുവിന്റെ കയ്പരസം അത് അനുഭവിച്ചറിയേണ്ടതാണ്. ലാ തുറഫു ഇല്ലാ ബിൽ ദൗഖി, അതിനെ ദൗക്ക് കൊണ്ടല്ലാണ്ട്, രുചിച്ചു നോക്കൽ കൊണ്ടല്ലാണ്ട് അറിയപ്പെടുകയില്ല. അതുപോലെയാണ് നീ ചോദിച്ച ആ കാര്യങ്ങൾ. അത് മനസ്സിലാവണമെങ്കിൽ അങ്ങോട്ടേക്ക് എത്തണം. കമാ ഹുക്കിയ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ, അന്ന ഇന്നീനൻ, ഒരു ഇന്നീൻ, ഇന്നീൻ എന്ന് പറഞ്ഞാൽ പിന്നെ വൈകാരിക രംഗത്ത് ശേഷിയില്ലാത്തയാള്, വൈകാരിക ശേഷിയില്ലായ്മ ആണല്ലോ ഇന്നീൻ എന്ന് പറയുന്നത്. റുജൂരിയത്തില്ലായ്മ, പൗരുഷമില്ലായ്മ, അങ്ങനത്തെ ഒരാള് കത്തബയില സാഹിബില്ലോ, തന്റെ കൂട്ടുകാരന് കത്തെഴുതി, അൻ അരിഫിനി, എനിക്ക് നീ അറിയിച്ചു തരണം, ലദ്ദത്തൽ മുജാമഹത്തി, ജിമാഹിന്റെ രസം എങ്ങനെയാണെന്ന് അറിയിച്ചു തരണം, കൈഫത്ത കൂനു, അത് എങ്ങനെയാണെന്ന് അറിയിച്ചു തരണമെന്ന് ഇന്നീൻ തന്റെ കൂട്ടുകാരൻ എഴുതി. വികാരപരമായിട്ടില്ലാത്ത, റുജൂരിയത്തില്ലാത്ത ഒരു വ്യക്തിയെ അയാള് റുജൂരിയത്തിന്റെ രസം അറിയിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ കത്തബലഹു, അപ്പൊ ആ സാഹിബ് അയാൾക്ക് എഴുതി, ഫി ജവാബി, അതിന്റെ മറുപടിയിൽ, യാ ഫുലാൻ, എടാ മനുഷ്യ, ഇന്നി കുന്തു ഹസിബുത്തുക, ഞാൻ നിന്നെ വിചാരിച്ചിരുന്നത് ഇന്നീനൻ ഫക്കത്ത്, നീ വെറും ഇന്നീനാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കഴിവില്ലാത്ത, ശേഷിയില്ലാത്ത, ലൈംഗിക ശേഷിയില്ലാത്ത ഒരുത്തനാണെന്നാണ് ഞാൻ നിന്നെ വിചാരിച്ചിരുന്നത്, അത് മാത്രമാണെന്ന്. വൽആൻ അറഫ്തു, ഞാൻ നിന്നെ പറ്റി മനസ്സിലാക്കുന്നു, അന്നക ഇന്നീനുൻ വഅഹ്മഖു, നീ ഇന്നീ മാത്രമല്ല മഠയനും കൂടെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഹാദിഹിൽ ലദ്ദത്ത്, ഈ രസം എന്ന് പറഞ്ഞ ദൗഖിയത്തിന്, അത് രുചിച്ചറിയേണ്ട കാര്യമാണ്. തസിൽ ഇലൈഹ, ആ രസത്തിലേക്ക് നീ എത്തിയാൽ താരിഫ്, നീ അറിയും. വയില്ല, അങ്ങനെ അല്ലെങ്കിൽ ലാ യസ്തഖീമു വസ്ഫു, അതിന്റെ വസ്ഫ് ചൊവ്വാവുകയില്ല, ബിൽ ഖൗലി വൽ കിതാബത്തി, എഴുത്തുകൊണ്ടൊന്നും മനസ്സിലാവില്ല. സ്ത്രൈണ, പിന്നെ പുരുഷ സ്ത്രീ ബന്ധങ്ങൾ, ആ ബന്ധങ്ങളുടെ രസങ്ങൾ മനസ്സിലാവണമെങ്കിൽ ആ നിലയിലെത്തണം. അതില്ലാത്തടത്തോളം കാലം അവർക്കത് മനസ്സിലാവുകയില്ല. തുടർന്ന് അദ്ദേഹം പറയുന്നു, അയ്യുഹൽ വലതു, മോനെ, ബഅദു മസായിലിക മിൻ ഹാദൽ ഖബീലി, ചില നിന്റെ ചോദ്യങ്ങൾ അത് ഈ വിഭാഗത്തിൽപ്പെട്ടതാണ്. അമൽ ബഅദു, ചിലത്, അല്ലദീ യസ്തഖീമു ലഹുൽ ജവാബ്, ജവാബ് ചൊവ്വാകും, അങ്ങനത്തെ ചില ചോദ്യങ്ങൾ, ഫഖദ് ദക്കർനാഹു, നാം അതിന്റെ ജവാബ് പറഞ്ഞു പോയിട്ടുണ്ട്, ഫി ഇഹ്യാ ഉലൂമിദ്ദീൻ, ഇഹ്യാ ഉലൂമിദ്ദീനിൽ പറഞ്ഞിട്ടുണ്ട്, വഗൈരി, വേറെ പല കിതാബിലും നമ്മൾ അതിന്റെ മറുപടി എല്ലാം പറഞ്ഞിട്ടുണ്ട്. വനദ്കുറു ഹാഹുന, ഇവിടെ നാം പറയാം, നുബദം മിൻ, അതിൽപ്പെട്ട ചില സാമ്പിളുകൾ, വനശീറു ഇലൈഹി, നാം അതിലേക്ക് ചുമ്മാ ഒന്ന് ഇഷാറ ചെയ്യാം. വനഖുലപ്പോൾ നമ്മൾ പറയും, ഖദ് വജബ അല സാലിക്കി, ഈ വഴിയിൽ പ്രവേശിക്കുന്നയാൾക്ക് നിർബന്ധമാണ്, അർബഅത്തു ഉമൂരിൻ, 4 കാര്യങ്ങൾ. ഈ സുലൂക്കിന്റെ ഉന്നതമായ അദ്ദേഹം മനസ്സിലാക്കിയ തസ്കിയത്തുൻ നഫ്സാകുന്ന ആ സൂഫിസം, ആ അതിൽ പ്രവേശിക്കുന്ന ആൾക്ക് 4 കാര്യങ്ങൾ നിർബന്ധമാണ്. ചുമ്മാ കാട്ടിക്കൂട്ടലുകൾ പോരാ. അൽ അംറുൽ അവ്വൽ, ഒന്നാമത്തെ കാര്യം, ഇഅ്തിഖാദുൻ സഹീഹ്, ശരിയായ വിശ്വാസം ഉണ്ടാകണം. ലാ യകൂനു ഫിഹി ബിദ്അത്തുൻ, അതിൽ ബിദ്അത്ത് കലരാൻ പാടില്ല. ആ വിശ്വാസത്തിൽ ദീനിന്റെ ശരീഅത്തിന് വിരുദ്ധമായ ബിദ്അത്തി വിശ്വാസങ്ങൾ കലരാത്ത സഹീഹായ ഇഅ്തിഖാദ് വേണം. ശരിയായ ഈമാൻ, ശരിയായ വിശ്വാസം, ശരിയായ വിശ്വാസ പ്രമാണം അയാളുടെ മനസ്സിലുണ്ടാവണം. ഫസാനി, രണ്ടാമത്തേത്, തൗബത്തുൻ നസൂഹ്, നസൂഹായ തോബ ഉണ്ടാകണം. ലാ യുർജഉ ബഅദഹ, അതിനുശേഷം, ആ തോബയ്ക്ക് ശേഷം മടങ്ങപ്പെടാൻ പാടില്ല. ഇല സല്ലത്തി, ഇടറലുകളിലേക്ക്, വീണ്ടും കാലിടറി വീഴാൻ പാടില്ല. ശരിയായ തോബ ഉണ്ടാവണം. മൂന്നാമത്തേത്, ഇസ്തിർലാഉൽ ഖുസൂമി,
പ്രതിയോഗികളെല്ലാം തൃപ്തിപ്പെടുത്തണം. താനുമായി ബന്ധപ്പെട്ട് വേണ്ടാത്ത പ്രശ്നങ്ങളിലെല്ലാം പെട്ടുപോയ പല ആൾക്കാരും ഉണ്ടാകും. പിന്നെ ഹസ്മുകൾ, പ്രതിയോഗികൾ, അവരെ തൃപ്തിപ്പെടുത്തുക. ഹത്താലായ ബക്കാലി അതിന് ആർക്കും ശേഷിക്കാൻ പാടില്ല. അലേക്ക് നിന്റെ മേൽ ഹക്കും, നീ ആർക്കും ഒരു ഹക്കും ഇനി കൊടുത്തു വിട്ടാനില്ല. ആ നിലയിൽ നീ എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം. മൂന്നാമത്തെ കാര്യം. റാബിഉ, നാലാമത്തേത് തഹ്സീലു ഇൽമി ശരീഅത്തി, ശരീഅത്തിന്റെ ഇൽമിനെ കരസ്ഥമാക്കുക. ഖദ്റമാ തുഅദ്ദാ ബിഹി അവാമിറുല്ലാഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾ എത്ര അളവ് കൊണ്ടാണോ നിർവഹിക്കപ്പെടുന്നത് അത്രയും അളവ് ശരീഅത്തിന്റെ ഇൽമു കരസ്ഥമാക്കുക. സുമ്മ പിന്നീട് മിനൽ ഉലൂമിൽ ഉഖർ, മറ്റ് ഇൽമുകളിൽ നിന്നും ഒന്ന് തകൂന് ബിഹിൻ നജാത്ത്, അതുകൊണ്ട് രക്ഷ കരസ്ഥമാകും. രക്ഷ കരസ്ഥമാകുന്ന ഏതൊരു അളവ് ഇൽമാണോ ആ ഇൽമെല്ലാം കരസ്ഥമാക്കുക. അത്രയും മതി. ഹുക്കിയ, ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, അന്ന ശിബിലിയ റഹിമഹുല്ലാ ഖദിമ 400 ഉസ്താദ്, മഹാനായ അബൂബക്കർ ശിബിലി റഹിമഹുല്ലാ 400 ഉസ്താദന്മാർക്ക് ഖിദ്മത്ത് ചെയ്തു. കാരണം അദ്ദേഹം പറയാണ്, ഖറഅതു 4000 ഹദീസിൻ, ഞാൻ 4000 ഹദീസ് പഠിച്ചു. സുമ്മ ഇഖ്തർതു മിന്നാ ഹദീസൻ വാഹിദൻ, ഈ പറയുന്നത് 4000 ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനിന്റെ പ്രേരക വസ്തുക്കളായ ഹദീസുകളാണ്. ശരീഅത്തിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെടുന്ന ഹദീസുകളല്ല. അത് നിർബന്ധമാണല്ലോ പഠിക്കൽ. ശരീഅത്തിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെടുന്ന ഹദീസുകൾ പഠിക്കൽ നിർബന്ധമാണ്. ഇവിടെ പറയുന്ന ഉപദേശ രൂപേണയുള്ള 4000 ഹദീസ് ഞാൻ പഠിച്ചു. എൻ്റെ സുമ്മ ഇഖ്തർതു മിന്നാ ഹദീസൻ വാഹിദൻ, അതിൽ നിന്ന് ഞാൻ ഒരു ഹദീസ് തിരഞ്ഞെടുത്തു. വഅമിൽതു ബിഹി, ഞാൻ അതുകൊണ്ട് അമൽ ചെയ്തു. വഖല്ലൈതു മാ സിവാദ, അതല്ലാത്തതെല്ലാം ഞാൻ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. ഒഴിവാക്കി എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. കാരണം ലിഅന്നി തഅമ്മൽതുഹു, ഞാൻ ഈ ഹദീസിനെ കുറിച്ച് ചിന്തിച്ചു. ഫവജത്തു ഖലാസി വനജാതി ഫീഹി, എൻ്റെ രക്ഷയും എൻ്റെ വിജയവും അതിലാണെന്ന് ഞാൻ മനസ്സിലാക്കി. വകാന ഇൽമുൽ അവ്വലീന വൽ ആഖിരീന കുല്ലുഹു, അവ്വലിങ്ങളുടെയും ആഖിറുകളുടെയും മുൻഗാമികളുടെയും പിൻഗാമികളുടെയും മുഴുവൻ ഇൽമും മുൻദരിജൻ ഫീ, ആ ഒരു കാര്യത്തിൽ പ്രവേശിച്ചതാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഫക്തഫൈതു ബിഹി, ആ ഒരു കാര്യം മതി എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ആ ഹദീസ് കൊണ്ട് അമൽ ചെയ്തു. അതാർക്ക് ആ ഹദീസ് എന്താണ്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അവിടുന്ന് അർളി ബഅദി അസ്ഹാബിഹി, അവിടുന്ന് സഹാബാക്കൾപ്പെട്ട ഏതോ ഒരു മഹാനോട് അവിടുന്ന് അർളി, ഇഅമൽ ലിദുനിയാക ബിഖദ്രി മുഖാമിക ഫീഹാ, ഖദ്രി ബഖായിക എന്നുണ്ട് ഒരു റിവായത്ത്. ഇഅമൽ ലിദുനിയാക, നിന്റെ ദുനിയാവിന് വേണ്ടി നീ പ്രവർത്തിക്ക്, ബിഖദ്രി ബഖായിക ഫീഹാ, ആ ദുനിയാവിൽ നീ ശേഷിക്കുന്നതിന്റെ അളവനുസരിച്ച്. ഞാൻ മക്കാമിക്കയാകുമ്പോൾ നീ ആ ദുനിയാവിൽ താമസിക്കുന്നതിന്റെ അളവ് നീ നിന്റെ ദുനിയാവിന് വേണ്ടി അമൽ ചെയ്യുക. വഅമല്ലി ആഖിറതിക, നിന്റെ പരലോകത്തിനു വേണ്ടി നീ അമൽ ചെയ്യുക. നിന്റെ പരലോകത്തിനു വേണ്ടി നീ അമൽ ചെയ്യുക. ബിഖദ്രി ബഖായിക ഫീഹാ, ആ പരലോകത്തിൽ നീ എത്ര കാലം താമസിക്കുമോ ആ അളവ് നീ പരലോകത്തിനു വേണ്ടി അമൽ ചെയ്യുക. വഅമൽ ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി നീ അമൽ ചെയ്യുക. ബിഖദ്രി ഹാജതിക ഇലൈഹി, അള്ളാഹുവിലേക്കുള്ള നിന്റെ ആവശ്യത്തിന്റെ അളവനുസരിച്ച്. വഅമൽ ലിന്നാരി, നരകത്തിന് വേണ്ടി നീ വേണമെങ്കിൽ ചെയ്തോ. ബിഖദ്രി സബരിക അലൈഹ, അതിലുള്ള നിന്റെ ക്ഷമയുടെ അളവനുസരിച്ച്. ഇതാണ് ഇഅമൽ ലിദുനിയാക, നിന്റെ ദുനിയാവിന് വേണ്ടി, നിന്റെ ഭൗതിക ലോകത്തിന് വേണ്ടി നീ അമൽ ചെയ്യും. ബിഖദ്രി മുഖാമിക ഫിയ, ഇവിടെ താമസിക്കുന്നതിന്റെ അളവ്, എത്ര കാലം താമസിക്കും യാതൊരു നിശ്ചയവുമില്ല. അപ്പൊ പിന്നെ അതിനു വേണ്ടിയുള്ള അമല് വളരെ കുറയണമെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. നിശ്ചയമില്ലാത്ത കാലമാണ് ദുന്യാവിൽ താമസിക്കുന്നത്, ഏത് നിമിഷവും തിരിച്ചു പോകാം. അപ്പൊ ആ രീതിയിൽ മതി അതിനു വേണ്ടിയുള്ള പ്രയത്നം. ആഖിറത്തിലുള്ള ബക്കാ, അതൊരു നിലനിൽപ്പില്ല, ഒരു അന്ത്യമില്ലാത്ത ശാശ്വതമായ ജീവിതമാണ്. അപ്പൊ അതനുസരിച്ച് വേണം നിന്റെ അമൽ, നിന്റെ പ്രയത്നം ഉണ്ടാകാൻ. നീ അള്ളാഹുവിലേക്ക് ആവശ്യമാകുന്നത് എപ്പോഴും നീ അള്ളാഹുവിലേക്ക് ആവശ്യമാണ്. അപ്പൊ പിന്നെ നീ അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്തുകൊണ്ടേയിരിക്കുക. അൽഹംദുലില്ലാ. വഅമൽ ലിന്നാരി, നരകത്തിൽ നിനക്ക് ക്ഷമിക്കാൻ കഴിയുമോ? ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ അത്രയും ചെയ്യാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അയ്യുഹൽ വൽദ്, മോനെ, ഇദാ അലിംത ഹാദൽ ഹദീസ, ഈ ഹദീസ് നീ അറിഞ്ഞാൽ, ലാ ഹാജത ഇലൽ ഇൽമിൽ കസീരി, ധാരാളം
പിന്നെ ഇൽമിന്റെ ആവശ്യമില്ല, ഈ ഒരു ഹദീസ് മതി എന്ന് മഹാനവറുകൾ പറഞ്ഞു വെച്ചിരിക്കുക. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബാക്കി ഭാഗങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ്. ഇവിടെ ചേർത്ത് കൊടുക്കേണ്ട മറ്റൊരു ഹദീസ് ഉണ്ട്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇഅമൽ ലിദുനിയാക കഅന്നക തഈശു അബദ വഅമൽ ലിആഖിറതിക കഅന്നക തമൂതു ഗദാ. ഇഅമൽ ലിദുനിയാക, നിന്റെ ദുനിയാവിന് വേണ്ടി നീ പ്രയത്നിച്ചോ. കഅന്നക തഈശു അബദ, നീ എക്കാലവും ഇവിടെ ജീവിക്കും എന്ന ബോധ്യത്തിൽ ദുനിയാവിന് വേണ്ടി നീ പ്രയത്നിച്ചോ. വഅമൽ ലിആഖിറതിക, നിന്റെ ആഖിറത്തിന് വേണ്ടി നീ പ്രയത്നിക്കണം. കഅന്നക തമൂതു ഗദാ, നാളെ നീ മരിക്കും എന്ന നിലയിൽ. എന്താണ് ഈ ഹദീസിന്റെ താല്പര്യം? നീ നിന്നെ ദുനിയാവിന് വേണ്ടി പ്രയത്നിച്ചോ, നീ എക്കാലവും ഇവിടെ ജീവിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പണി തീർക്കേണ്ട കാര്യമില്ല. ഇവിടെ കുറേ കാലം ജീവിക്കും, ഒരുപാട് കാലം ജീവിക്കും എന്നല്ല, നിത്യമായി ജീവിക്കും. അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പണി പൂർത്തിയാക്കേണ്ട കാര്യമില്ല, എന്തെങ്കിലുമെല്ലാം പതുക്കെ പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ ദുനിയാവിന് വേണ്ടിയുള്ള പ്രയത്നം, നീ ഇവിടെ എക്കാലവും ജീവിക്കുകയാണെങ്കിൽ എപ്രകാരമാണോ നീ നിന്റെ ജീവിതത്തിൽ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് തള്ളി മാറ്റാൻ കഴിയും, ആ രീതിയിൽ മതി ദുനിയാവിന് വേണ്ടിയുള്ള പ്രവർത്തനം. ആഖിറത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം നാളെ നീ മരിക്കുമെന്നത് പോലെ ആയിരിക്കണം. നാളെ മരിക്കുമ്പോൾ ഇന്ന് എത്ര തയ്യാറാകണം? ആ രൂപത്തിൽ മരണം വരെയും ഓരോ ദിവസവും നീ തയ്യാറായിക്കൊണ്ടിരിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.